ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി നമുക്ക് സുപരിചിതമായ ഒരു വാക്യം വായിക്കുന്നു. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നാം പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ആശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായ ഒരു വേദഭാഗമാണല്ലോ നാം വായിച്ചതായ ഈ വാക്യം. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളത് അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ ഏറ്റവും വിലയേറിയതായ കരുതലാണ്. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് പോലെ മറ്റാർക്കും നമുക്ക് വേണ്ടി കരുതുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പലതും കരുതി വയ്ക്കാറുണ്ട്. അവർക്ക് വേണ്ടി വസ്തുവകകൾ കരുതി വയ്ക്കാറുണ്ട്, പണം കരുതി വയ്ക്കാറുണ്ട്, വീടുകൾ കരുതി വയ്ക്കാറുണ്ട്, ജോലികൾ കരുതി വയ്ക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കാറുണ്ട്. എന്നാൽ ദൈവം, സ്വർഗീയ പിതാവ്, തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത് മനുഷ്യരാരും കരുതുന്നത് പോലെ അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നത് എങ്ങനെയാണ്? നാം വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാണ് നാം വായിക്കുന്നത്. ഏറ്റവും അനുഗ്രഹകരമായ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ്. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് നമ്മുടെ സകല ചിന്താകുലവും മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. സകല ചിന്താകുലവും മാറ്റുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. എത്ര അനുഗ്രഹകരമായ ഒരനുഭവമാണത് പ്രിയമുള്ളവരെ. ചിന്താകുലങ്ങളില്ലാത്ത മനുഷ്യനില്ല. ഏതെല്ലാം നിലകളിലാണ് നാം ചിന്താകുലങ്ങൾ വഹിക്കുന്നത്? ആകുല ചിന്തകൾ മനുഷ്യ സഹജമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അതുണ്ടാകാം. ആകുല ചിന്തകൾ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തിയിരിക്കാം. നമ്മുടെ ഉറക്കം കെടുത്തി ഒരുപക്ഷെ നമ്മെ വല്ലാതെ തളർത്തിക്കളയുന്ന ഒരുപാട് ചിന്താകുലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. അങ്ങനെ ചിന്താകുലങ്ങൾ അടിക്കടിയായിട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യൻ പലവിധ വഴികൾ അന്വേഷിക്കുന്നുവെന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ചിന്താകുലങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വല്ലാതെ വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ എന്താണൊരു പോംവഴി? ഒരുപാട് ചിന്താകുലങ്ങൾ ദിവസം തോറും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. ജോലിയെപ്പറ്റിയുള്ളതായ ചിന്താകുലങ്ങൾ, കുടുംബത്തെപ്പറ്റി, കുഞ്ഞുങ്ങളെപ്പറ്റി, ഭർത്താവിനെപ്പറ്റി, ഭാര്യയെപ്പറ്റി, അങ്ങനെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെപ്പറ്റി ഒക്കെ ഉള്ളതായ ചിന്താകുലങ്ങൾ, രോഗത്തെപ്പറ്റിയുള്ളതായ ചിന്താകുലങ്ങൾ, എന്തെല്ലാം ആകുലതകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ, ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളെ നാം നേരിടുകയാണ്. ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് മുൻപായി അടുത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ ചിന്താകുലങ്ങൾ അടിക്കടി വരുമ്പോൾ, പരിഹരിക്കപ്പെടാനാവാതെ കിടക്കുന്നതായ ചിന്താകുലങ്ങൾ നിമിത്തം നാം വല്ലാതെ തളർന്നു പോവുക സാധാരണമാണ്. അങ്ങനെ ചിന്താകുലങ്ങൾ നിമിത്തം തളർന്നു പോകുന്നതായ മനുഷ്യൻ്റെ ജീവിതത്തിനുള്ളതായ ആശ നശിച്ചു പോയിട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നത് ദൈവമാണ്. എന്തെങ്കിലും ചിന്താകുലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുവാൻ അപ്പോസ്തലനായ പത്രോസ് നമ്മോട് ആവശ്യപ്പെടുകയാണ്.
നമ്മുടെ മനസ്സിൽ ഇത് വെച്ച് നമ്മൾ അതിനെപ്പറ്റി വിഷമിച്ച് ആകുലതയിൽ നീറിപ്പുകഞ്ഞ് കഴിഞ്ഞുകൂടുവാനായിട്ടല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ ജീവനോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ്. നാം പലപ്പോഴും വിചാരപ്പെടുന്നവരായി തീരാറുണ്ട്. കർത്താവ് മാർത്തയോട് പറയുന്നത്, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്നാണ്. പല പല കാര്യങ്ങളെപ്പറ്റി ഓർത്ത് നാം വിചാരപ്പെടുകയാണ്. എന്നാൽ അങ്ങനെ വിചാരപ്പെടുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായിട്ടുള്ളത്? നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഒരിക്കലുമില്ല എന്ന് കാണുവാൻ സാധിക്കും. നമ്മൾ പ്രശ്നങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ട് വിചാരപ്പെട്ടുകൊണ്ട് പരവശരായി തീർന്നുകൊണ്ട് നമ്മുടെ സമാധാനം കെടുത്തിക്കളഞ്ഞ് നാം വല്ലാതെ ഭാരപ്പെട്ട് തളർന്ന് തകർന്ന് ഉറക്കം നഷ്ടപ്പെട്ടവരായി പലവിധ ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായി തീരുകയാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് നമ്മൾ ശാന്തരായിരിക്കുവാനായിട്ടാണ്, സമാധാനത്തോടെ ജീവിക്കുവാനായിട്ടാണ്, നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലിട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ടാണ്. നാം 55-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ്. സകല ഭാരവും കർത്താവിൻ്റെ മേൽ വയ്ക്കുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഭാരമെല്ലാം വഹിച്ച് ചിന്താകുലങ്ങൾ വഹിച്ച് നാം വല്ലാതെ ഭാരപ്പെട്ട് നാളെപ്പറ്റിയോർത്ത് ഭാവിയെപ്പറ്റിയോർത്ത് വിവിധങ്ങളായ പ്രയാസങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നാം വല്ലാതെ ക്ഷീണിച്ച് തളർന്ന് നാം ഹൈപ്പർ ടെൻഷനായി മാറുവാനായിട്ടല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും സമാധാനത്തിൽ ജീവിക്കുവാനുമായിട്ടാണ്. നിന്റെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക. കർത്താവ് അത് ഏറ്റെടുക്കുവാൻ സന്നദ്ധനാണ്. നിന്നെ സ്വതന്ത്രനായിട്ട് വിടുവാൻ കർത്താവ് സന്നദ്ധനാണ്. നീ അനുഭവിക്കുന്നതായ സകല വിഷമതകളും ഏറ്റെടുക്കുവാൻ കർത്താവ് സന്നദ്ധനാണ്. നിന്നെ സാന്ത്വനിപ്പിക്കുവാൻ, നിന്നെ സമാധാനിപ്പിക്കുവാൻ, പരിഹാരമില്ല എന്ന് വിചാരിക്കുന്ന നിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്, മതിയായവനാണ്. ഇന്ന് രാവിലെ സകല ചിന്താകുലങ്ങളും കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കാം പ്രിയമുള്ളവരെ. എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കാം. നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, നമ്മെ ആകുല ചിന്തയിലേക്ക് നയിക്കുന്നതായ സകല പ്രശ്നങ്ങളും ഇന്ന് രാവിലെ കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആശ്വാസത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം നമ്മോടതാണ് ആവശ്യപ്പെടുന്നത്. നിന്റെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുക. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഇതുവരെയും എനിക്കൊന്നും കരുതി വയ്ക്കുവാൻ സാധിച്ചിട്ടില്ല, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നൊരു പക്ഷെങ്കിൽ നാം വിചാരിക്കുന്നുവെങ്കിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്നതായ ഒരു സ്വർഗമുണ്ട്. നിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം അറിഞ്ഞ് നിനക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവം, നിന്നെ ഒരു നാളും അനാഥനായി വിടാത്ത, നിന്നെ കൈവിടാത്ത, നിന്നെ സഹായിക്കുന്ന ഒരു സ്വർഗീയ കരം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിൻ്റെ മനസ്സ് വിഷമിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരികിലേക്ക് വരിക. നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരം നിന്നെ തലോടട്ടെ. നിന്നെ സഹായിക്കുന്ന കരം നിനക്ക് വേണ്ടി എല്ലാം കരുതട്ടെ. നിന്നെ ഉയർത്തുന്ന കരം നിന്നെ ഏറ്റവും ഉയരത്തിലേക്ക് നയിക്കട്ടെ, ഉന്നതിയിലേക്ക് നയിക്കട്ടെ. നിന്നെ സാന്ത്വനപ്പെടുത്തുന്ന കരം ഇന്ന് രാവിലെ നിന്നെ ആശ്വസിപ്പിക്കട്ടെ. നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ കർത്താവിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്ത് ചെന്ന് നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളെല്ലാം, കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തിയെല്ലാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വിചാരപ്പെട്ട് മനം കലങ്ങിപ്പോകുന്നതായ സ്ഥിതിയിൽ ഞങ്ങളായിരിക്കുന്നു. പലതിനെ ചൊല്ലി ഞങ്ങൾ വിചാരപ്പെടുന്നു കർത്താവെ. പലവിധ ആകുല ചിന്തകൾ ഞങ്ങളെ വല്ലാതെ ഞെരുക്കുന്നു കർത്താവെ. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും അവിടുത്തെ മേൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കരുതുന്നവനാണെന്നുള്ള പൂർണ്ണമായ ഉറപ്പ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദിവസം ആകുല ചിന്തകളൊന്നുമില്ലാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു.
ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ഭാരങ്ങളും പ്രയാസങ്ങളും നീക്കിത്തന്ന് ഞങ്ങളെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ അനുവദിക്കണമേ കർത്താവേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ഞങ്ങളെ എത്തിക്കുന്നവൻ അവിടുന്ന് ആകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവിടുന്ന് ഏറ്റെടുത്തതിനായി സ്തോത്രം. ഞങ്ങൾക്ക് സമാധാനവും സൗഖ്യവും നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.